ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വിചാരിച്ചു ഡിന്നറിന് ഇടിയപ്പമായാലോ. സോ അങ്ങനെ ഞാൻ ഈസ്റ്റൻ്റെ ഇടിയപ്പം പൊടി വാങ്ങിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രത്തിൽ നമ്മളൊരു 1.25 കപ്പ് വെള്ളം എടുത്തിട്ട് ബോയിൽ ചെയ്യണം. അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക, ഒരു 1/4 ടീസ്പൂൺ മതി. എന്നിട്ട് ഇത് തിളച്ച് വരുന്ന കഴിയുമ്പോൾ നമ്മൾ ഈ പൊടി അതിലേക്ക് ഈ വെള്ളം ഒഴിച്ച് നമ്മൾ ഒന്ന് കുഴച്ചെടുക്കണം. അതായത് ആ കൺസിസ്റ്റൻസിയൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മൾ എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് സ്റ്റിക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ലെറ്റ്സ് പ്രിപ്പയർ. അപ്പോൾ ഞാൻ ഈസ്റ്റേൺ പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളവും ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ചേർത്തിട്ട് നമ്മൾ കുഴയ്ക്കുന്നതായിരിക്കും. സോ അപ്പം ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മളിങ്ങനെ കുഴയ്ക്കണം. സോ നന്നായി കുഴച്ച് കുറച്ച് നേരം വെക്കുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ കുഴച്ച് വയ്ക്കുക. ഇനി ഇത് കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്താക്കിയിട്ട് നമ്മൾ ഓരോ ഇടിയപ്പം ചുടുകയല്ല, വേവിക്കുന്നതായിരിക്കും. ഓക്കെ, കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എന്താടാ ഇത്? ഇടിയപ്പം. Yeah, we are going to make ഇടിയപ്പം. ഇതിനകത്ത് വെള്ളം വെക്കണം, സോ ചൂടാവാൻ വേണ്ടി. അപ്പോൾ ഞാനൊരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, യു ക്യാൻ സീ, ഞാൻ ഇങ്ങനൊരു ഇതിൽ വെള്ളം ഒഴിച്ച് ഇങ്ങനൊരു സംഭവം, അപ്പോൾ സ്റ്റീം നന്നായിട്ട് വരും. എന്നിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് എല്ലാം കൂടെ ഒരു ഇതായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഒറ്റ സ്ട്രെച്ചിലാവുമല്ലോ. ആൻഡ് ക്ലോസ് വിത്ത് ദിസ് ലൈറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ പ്ലാൻ. ചെയ്യുന്തോറും നമ്മൾ കുറച്ച് ടയർഡാവും, ബിക്കോസ് അത് കുറച്ച് ശക്തിയുള്ളവർ ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ മഹേഷ് ഏട്ടനോട് റിക്വസ്റ്റ് ചെയ്യുകയാണ്, പ്ലീസ് ഡു ഇറ്റ്. അപ്പോൾ അതുവരെ ഞാൻ ഈ ചായ കുടിക്കട്ടെ, കട്ടൻ ചായ. മാവ് നമ്മൾ ആവശ്യത്തിനെടുത്ത് നമ്മളിതിലേക്ക് ഇടുന്നു. ഓക്കെ, സീ ദ പ്രോസസ്. ഇങ്ങനെ ഇടുക. അപ്പോൾ അത് ഫില്ലാവുന്ന വരെ നമ്മൾ ഇടണം. ഓക്കെ, ഇത്തിരിയും കൂടെ എടുത്താൽ മതി. യെസ്, ഇനി ഇത് നമ്മൾ ഈ ലിഡ് കൊണ്ട് അടയ്ക്കുകയാണ്. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ പീപ്പിൾ വിൽ ബി തിങ്കിങ് ഇതെന്താ ഇത്ര ഇതായിട്ട് കാണിക്കുന്നത്. ചിലർക്കൊന്നും ഇത് അറിയില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മളുടെ ഇതിലേക്ക് ഇതാക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഇങ്ങനെയാണത് ചെയ്യേണ്ടത്. അപ്പോൾ വീട്ടിലുള്ള പെൺകുട്ടികൾക്ക് ഇത് ഭയങ്കര പാടായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനോടും അല്ലെങ്കിൽ ചേട്ടന്മാരോടും അനിയന്മാരോടും ഇതൊന്ന് ചെയ്തു തരാൻ പറയുക. എനിക്ക് വീട്ടിൽ പിന്നെ അമ്മയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. സോ ഐ നെവർ യൂസ് ടു ട്രൈ ദിസ്. ഓക്കെ, സോ ഇത് ഇങ്ങനെയാണ് ഈ പ്രോസസ്സ്. ഓക്കെ, ഇതുപോലെ ചെയ്യുക. അപ്പം ഞങ്ങൾ എന്താ പ്ലാൻ ചെയ്തതെന്ന് വെച്ചാൽ ഇതിൽ തന്നെ ഒരു ഫുള്ള്, അതായത് ഞാൻ ഓരോരോ തട്ടിലേക്ക് ഇടുന്നില്ല, ഇത് ഫുള്ളായിട്ട് ഇങ്ങനെ ഞങ്ങൾ ചെയ്യുകയാണ്. സോ ഒറ്റയടിക്ക് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇടിയപ്പക്കുട്ടൻ ഇങ്ങനെ വെന്തുകൊണ്ടിരിക്കുകയാണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ 10-15 മിനിറ്റ്സ്. നമ്മുടെ ഇടിയപ്പം റെഡിയായി. നല്ല ചൂടോടെ കഴിക്കാനുള്ള തരാം. സോ സി, അപ്പോൾ നമ്മുടെ ഇടിയപ്പം ഇസ് റെഡി. ഇനി ഇതിന് വേണ്ടിയുള്ള കറി തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പ്ലീസ് വെയിറ്റ്. എങ്ങനെയുണ്ട് ഇടിയപ്പം? സത്യമായിട്ടും ആണോ? കഴിച്ചിട്ട് പറ, ഇറക്ക് നോക്കാമല്ലോ. ഉപ്പൊക്കെ കറക്റ്റ് ആണോ? കൊള്ളാമോ? സൂപ്പർ.